നിറയെ കിളികളാ കണ്ട, എവിടേക്ക് പറക്കുന്ന കണ്ടില്ലേ? അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം. താമസമോ? അപ്പോൾ എന്താ വെച്ചാലേ, ഞാനിങ്ങനെ ഓരോ പണികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. രാവിലെ എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് പണി ചെയ്യാൻ നേരം ഒരു കമ്മലിടണമെന്നൊരു തോന്നി. അങ്ങനെ കമ്മലൊക്കെ ഇട്ട് ഞാനിങ്ങനെ നല്ല രസമല്ലേ, ഇങ്ങനെ ഇറങ്ങി മുടിയൊക്കെ നോക്കിയാൽ മറ്റേ അമ്മച്ചിക്കെട്ട് തന്നെ, ബാക്കിയിലൊന്നും മാറ്റമില്ല. അങ്ങനെ ഇറങ്ങിയപ്പോൾ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫോണിലെ കോൾ വന്നു. ഞാൻ തിരക്കായിരുന്നു. കുഞ്ഞാവ് ഫോൺ എടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ പണ്ടെപ്പോഴോ സ്ഥലം വാങ്ങിക്കൊടുത്ത ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, ആ ചേച്ചി ഒന്ന് തിരിച്ച് വിളിക്കാൻ പറഞ്ഞു. ആ ചേച്ചി ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഞാൻ നമ്പർ നോക്കി, എനിക്ക് മനസ്സിലാവുന്നില്ല. കുറേ കഴിഞ്ഞു, ഞാൻ കാര്യം അറിയുമ്പോൾ കുറേ കഴിഞ്ഞു. എനിക്ക് നമ്പർ മനസ്സിലാവുന്നില്ല. ട്രൂ കോളറിലിട്ടിട്ട് അതിൽ എഴുതി കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള കാലഘട്ടമല്ലാതെ അതിന് പിന്നിലോട്ടും കുറച്ച് കാലഘട്ടങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പം പിക്ചറിൽ വരാത്ത ചില ആൾക്കാരെ നമ്മൾ സഹായിക്കാറുണ്ട്. നമ്മൾ വീഡിയോ എടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരെ നമ്മൾ വീഡിയോയിൽ കാണിക്കാറില്ല. അപ്പം പലരും വിചാരിക്കുന്നത് നമ്മൾ സഹായിക്കുന്ന എല്ലാ കാര്യവും എടുത്ത് വീഡിയോയിൽ ഇടുമായിരുന്നു, എല്ലാവരെയും കാണിക്കാറുണ്ടെന്നാണ്. പക്ഷേ നമ്മൾ കാണിക്കാത്ത, പിക്ചറിലേക്ക് വരാത്ത കുറേ ആൾക്കാർ ഉണ്ട്. അപ്പം ഞാൻ തിരിച്ചു വിളിച്ച് ഹലോയ്ക്ക് മുന്നേ കരച്ചിലാണ് കേട്ടത്. പിന്നെ അവർക്ക് പറയാനുള്ളത് ഫുള്ള് ഞാൻ കേട്ടു. അതായത് ഒരിക്കൽ കുറേ നാൾ മുന്നേ തീരെ നിവൃത്തിയില്ലാത്ത, എല്ലാവരോടും ഞാൻ അന്വേഷിച്ചിട്ട് അതങ്ങനെയാണ് എന്ന് ഉറപ്പ് വന്നിട്ട് ഒരാൾക്ക് കയറി കിടക്കാൻ വേണ്ടിയിട്ട് സ്ഥലം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വീട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് ഇപ്പോഴും എനിക്ക് അതൊരു പേടി സ്വപ്നമാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നു, ഭയങ്കര സ്നേഹം എന്നോട്, എനിക്ക് അങ്ങോട്ട് സ്നേഹം, ഭയങ്കര സന്തോഷം. അപ്പോൾ എൻ്റെ വിചാരം എന്താ, ഇവർ ഹാപ്പിയാണ്, നമ്മൾ ചെയ്തതൊരു നല്ല കാര്യമാണ്, നമുക്കതെന്നും ഓർത്ത് അഭിമാനിക്കാവുന്ന, സമാധാനിക്കാവുന്ന, സന്തോഷിക്കാവുന്ന ഒരു നിമിഷമാണ് എന്ന് കരുതിയിരിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഇത് അവരുടെ പേരിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ സ്വഭാവം മാറി, പെരുമാറ്റത്തിൽ മാറ്റമായി. പിന്നെന്തോ ഞാൻ ചെയ്തു കൊടുത്തത് അവർക്ക് അവകാശപ്പെട്ട കാര്യമാണ് ഞാൻ ചെയ്തു കൊടുത്തത്. മാത്രമല്ല അത് ചെയ്തു തന്നതുകൊണ്ട്, ഇപ്പം എന്താ പറയുന്നത്, നീ ചെയ്തതുകൊണ്ട് നിനക്ക് കൊള്ളാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഇല്ലേ, ആ ഒരു ചിന്താഗതിയിലുള്ള വർത്തമാനമായി, നമ്മളോടൊരു പുച്ഛമായി, മൊത്തത്തിലങ്ങ് മാറി പലരോട് പല കാര്യങ്ങൾ പറയുന്നു. അപ്പം ആരെങ്കിലുമൊക്കെ പറയുമായിരിക്കുമല്ലോ, ഭാഗ്യം നിങ്ങൾക്ക് സ്ഥലം കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഇവർ വളരെ മോശമായിട്ട് നമ്മളെപ്പറ്റി പറഞ്ഞ് പലതായി. എനിക്ക് ആ ഒരു കാര്യം ചെയ്തു കൊടുത്തതോടുകൂടി ഞാൻ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് തകർന്ന ഒരു സംഭവമായിരുന്നു. അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്കത് ആദ്യത്തെ അനുഭവമായിരുന്നു. നമ്മുടെ കന്നി അനുഭവം എന്ന് പറയത്തില്ലേ, കന്നി യാത്ര എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ എൻ്റെ ഒരു ആദ്യത്തെ അനുഭവമായിരുന്നു അത്. ഞാൻ ദിവസങ്ങളോളം അതെന്നെ മാനസികമായിട്ട് എഫക്റ്റ് ചെയ്തു. എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല, അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറേ നേരം ഞാൻ കരഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേരിൽ. ഞാനത് എന്തിന് ചെയ്തു കൊടുത്തു, ഞാൻ ചെയ്യണ്ടായിരുന്നു എന്നോർത്ത് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. എന്നെ മോശം പറഞ്ഞു. മാത്രമല്ല ഒരു തവണ വളരെ മോശമായിട്ട് ഞാൻ മിണ്ടാനോ എടുക്കാനോ പാടില്ല, അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ അതവർ തുറന്നു പറഞ്ഞു. ബുദ്ധിമുട്ടെന്ന് പറയുമ്പം ഞാൻ അവരോട് മിണ്ടോ എടുക്കുകയോ ചെയ്യുമ്പോൾ പലരും ചിന്തിക്കുമെന്ന്, ഞാനത് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തതല്ലേ, അപ്പോൾ അത് അവർക്കൊരു നാണക്കേടാണ്. അപ്പോൾ ആളുകളുടെ മുന്നിൽ അത്, കാരണം പുതിയൊരു ഏരിയയിലാണ് നമ്മൾ വാങ്ങിച്ചു കൊടുത്തത്, അത് വീഡിയോയിലില്ലെങ്കിൽ പോലും നമ്മൾ കാണുകയോ എടുക്കുകയോ ചെയ്യുമ്പോൾ അത് നാട്ടുകാരറിയും, പലരും അറിയും എന്നുള്ള ഒരു നാണക്കേട്. ഞാനങ്ങനെ ചെല്ലാനോ അല്ലെ അന്വേഷിക്കാനോ പാടില്ല എന്ന് വ്യക്തമായിട്ട്. അപ്പോഴത്തേക്ക് പുതിയ ബന്ധുക്കളായി, വേറെ പലരായി, അവിടെ വീട് വെച്ച് കൊടുക്കാൻ സഹായിക്കാൻ ആൾക്കാരായി. അപ്പോൾ സ്ഥലം വാങ്ങിച്ചു കൊടുത്ത നമ്മളല്ലല്ലോ, വീട് വെച്ച് കൊടുക്കുന്നവർക്കാണല്ലോ പ്രാധാന്യം കൂടുതൽ കിട്ടേണ്ടത്. അപ്പോൾ വീട് വെച്ച് കൊടുക്കുന്നവർക്കൊരു പബ്ലിസിറ്റിയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് നമ്മൾ സ്ഥലം വാങ്ങിച്ചു കൊടുത്തു എന്ന് പറയുന്നത് അവർക്കൊരു കുറച്ചിലായി, എല്ലാമായി. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു സംഭവമായിരുന്നു, ഒരുപാട് സ്ട്രഗിൾ. ഇപ്പോൾ വർഷം കുറേയായി ഞാൻ ആ കാര്യമേ വിട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ആ കാര്യം വിട്ടു. ഒരുപാട് കാര്യങ്ങൾ ഞാനങ്ങനെ വിട്ടിട്ടുണ്ട്, അതിലൊരു കാര്യമാണ്. പക്ഷേ
നിന്നവരും വന്നവരും കൂടെയുള്ളവരും എല്ലാം കൂടെ അടപടലം അങ്ങോട്ട് ചെയ്തു. അതോടുകൂടി ആൾ ഉണ്ടായിരുന്നവരെല്ലാം പോയി, ഒറ്റയ്ക്കായി. ഒരു ആരോഗ്യപരമായ ബുദ്ധിമുട്ട്, പിന്നെ എന്താ പറയുന്നത്, അതായത് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ബാധ്യതയ്ക്ക് മേലെ ബാധ്യതയായിട്ട്, സ്ഥലവും വീടും എന്ത് ചെയ്തു എന്നുള്ളതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ബാധ്യതയ്ക്ക് മേലെ ബാധ്യതയായി എല്ലാം ആയി കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് വീണ്ടും എന്നെ ഓർമ്മ വന്നു. വീഡിയോസൊന്നും കാണുന്നില്ല എന്നൊന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വിളിച്ച് ചെയ്തതിനും പറഞ്ഞതിനും ഒക്കെ മാപ്പ് 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 ഇത് തന്നെ. പക്ഷെ ഞാൻ ആരോടും ഇങ്ങനെ വിഷമം പറയുന്ന ആരോടും ഞാൻ തിരിച്ച് ഒന്നും പറയുന്നില്ല. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളുടെ അഭിനയമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ, വിഷമിച്ച് വരുന്ന ഒരാളെ നമ്മൾ ബുദ്ധിമുട്ടിക്കരുതെന്ന്. എങ്കിൽ പോലും ഞാൻ അന്നത്തെ കാര്യങ്ങൾ എണ്ണി 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 ഞാൻ ചോദിച്ചു. ഞാനെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എണ്ണി 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 ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ എണ്ണി 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 വിഷമം പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു, അന്ന് അവർക്കുണ്ടായ ബുദ്ധിമോശം തെറ്റേ കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു. പക്ഷെ ഞാൻ ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞു, ഞാൻ സഹായിക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ സഹായിക്കില്ല. പട്ടിണിയോ വല്ലതും ആണെങ്കിൽ വല്ല ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സർക്കാരുടെ പല സ്കീമുകളും കാര്യങ്ങളും ഉണ്ട്, എനിക്ക് നിങ്ങളെ സഹായിക്കും. ഞാൻ ആദ്യമായിട്ട് ഒരാളോട് മറുത്ത് കടുത്ത ഭാഷയിൽ ഞാൻ സംസാരിക്കും. കടുത്ത ഭാഷയെന്നല്ല ഞാൻ പറഞ്ഞത്, കാരണം അന്ന് അവർക്ക് ഞാൻ ചെല്ലുന്നത് അവർക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ ഇന്നെനിക്ക് അവരുടെ കോളായാലും അവരെ കാണുന്നതായാലും ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ്. ഞാൻ അന്ന് അനുഭവിച്ച എൻ്റെ ആ ഒരു ഒറ്റപ്പെടലും ഇരുണ്ട ദിവസങ്ങളും, കാരണം എനിക്കത് പുറത്ത് പറയാൻ പറ്റാത്തത്ര കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കിടന്ന് കുറേ അനുഭവിച്ചൊരു സംഭവമാണ്. അത് കുറേ ഞാൻ അനുഭവിച്ചു. കുറച്ച് നാട്ടുകാരിതിൽ ഇൻവോൾവായി. അങ്ങനെയൊക്കെ ഞാൻ വളരെ എന്താ പറയുക, നമ്മൾ ചെയ്തു കൊടുത്തിട്ട് നാണം കെടുന്ന അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയെ കൂടെ വന്നാൽ ഞാൻ പറഞ്ഞില്ല ചേച്ചി എനിക്ക് സഹായിക്കാൻ പറ്റില്ല. മക്കളുണ്ടാവാം, ബന്ധുക്കളുണ്ടാവാം, അല്ലെ സർക്കാരിൻ്റെ ഒരുപാട് സ്കീമുകളുണ്ട്, അല്ലെ സഹായത്തിനുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അങ്ങനെ എന്തെങ്കിലും നോക്കുക. എനിക്ക് അവിടെ വന്ന് ഇപ്പോൾ കുറച്ച് ദൂരെയാണ്, അവിടെ പോയി നോക്കാനോ എടുക്കാനോ സഹായിക്കാനോ അല്ലെ വിചാരിക്കുന്ന പോലെ പൈസ ഇട്ട് തരാനോ പറ്റിയൊരു സാഹചര്യത്തിലും അല്ല, ഞാനത് ചെയ്യില്ല. ഞാൻ ആദ്യമായിട്ടാണൊരു ഇങ്ങനെ, അറ്റ്ലീസ്റ്റ് ഞാൻ ശ്രമിക്കാമെന്നെങ്കിലും എല്ലാവരോടും പറയും. പക്ഷെ ഞാൻ ചെയ്തില്ല. അതൊരു പ്രതികാരത്തിൻ്റെ അല്ല, അല്ലെങ്കിൽ എന്താ എനിക്കെന്തോ എൻ്റെ മനസ്സുകൊണ്ട് ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ മനസ്സ് മാറുമായിരിക്കും, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എനിക്ക് ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ ഒരു സംഭവം നടന്നു. പിന്നെ ഫോൺ വെച്ചു, മോശമായിട്ടൊന്നും സംസാരിച്ചൊന്നുമില്ല, ഫോൺ വെച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, നമ്മൾ പലരും പല കാര്യങ്ങളും ചെയ്യും, നല്ലതെന്ന് കരുതിയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരിക്കലും ഒരു കാര്യം മോശമാണെന്നുള്ള തിരിച്ചറിവോടായിരിക്കില്ല ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ കരയേണ്ടി വരും, നമ്മൾ ഒറ്റപ്പെടേണ്ടി വരും, നമ്മൾ എന്തിനാണത് ചെയ്തത്, അല്ലെ നമ്മൾ എന്തിനാണത് പറഞ്ഞത്, നമ്മളതിൽ ഇടപെടേണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും, പല രീതിയിൽ നമുക്ക് തോന്നും. പക്ഷേ ചെയ്തത്, എനിക്കങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചെയ്തത് ശരിയാണെന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ട്. ഇനി ആ വിശ്വാസം ഇല്ലെങ്കിൽ പോലും നമ്മൾ ചെയ്തത് ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അനുഭവിച്ചതിനൊക്കെ നമ്മളെന്താ പറയുക, നമ്മൾ അനുഭവിച്ചതൊക്കെ നമ്മളായിരുന്നു ശരിയെന്ന് നാളെ ഒരിക്കൽ തെളിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സമാധാനത്തിനെങ്കിലും, നമുക്ക് സമൂഹത്തോടെ മറ്റുള്ളവരോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്, നമുക്കൊരു സമാധാനം കിട്ടും. ഇപ്പോൾ ഇതിൽ എത്ര പേരെന്നെ ക്രിട്ടിസൈസ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഒരാൾ ബുദ്ധിമുട്ടി വിളിച്ചു കഴിഞ്ഞിട്ട് നീ സഹായിക്കുന്നില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. ഒന്നെൻ്റെ സാഹചര്യം അതാ, രണ്ടെന്ന് പറയുന്നത് അവരുടെ ഒരു പ്രശംസ കാര്യം. എനിക്കിപ്പോൾ ഒരു പക്ഷേ ഞാൻ കൂടുതൽ ആളുകളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറേ നാൾ മുന്നത്തെ കേട്ടോ, കുറേ വർഷങ്ങൾക്ക് മുന്നത്തെ കാര്യമാണ്. കുറേ പേർക്ക് കിട്ടേണ്ട ഒരു സഹായം, അതുപോലെ സ്ട്രഗിൾ ചെയ്തൊരു കാര്യം, അവിടെ പെട്ടെന്ന് അതുവരെ ഇല്ലാത്ത ബന്ധുക്കളൊക്കെ പ്രത്യക്ഷപ്പെടുകയും നമ്മളെ മോശമായിട്ട് പറയുകയും വെല്ലുവിളിക്കുകയും നാണം കെടുത്തുകയും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ്, ഇതുപോലെ ഒരനുഭവമല്ല, എനിക്കിപ്പോൾ പല അനുഭവങ്ങളായി. എന്നെ മോശം പറഞ്ഞ് എനിക്കെതിരെ എന്താ പറയുന്നത്, നമ്മളെ അതുപോലെ വിഷമിപ്പിച്ചിട്ടുള്ള സീനുകളൊക്കെ വന്നിട്ടുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ 2 പേരെന്ന് വിചാരിച്ചു, ഒരു സൈഡിൽ ഞാനും മറു സൈഡിൽ മറ്റൊരാളും. അവിടെ എനിക്ക് വിഷമിച്ച് കരയേണ്ടതായിട്ട് വന്ന് മറ്റേയാൾ അവിടെ സന്തോഷിക്കുകയോ അല്ലെങ്കിൽ സമാധാനത്തിലിരിക്കുകയോ ചെയ്ത് നമ്മളെ പുച്ഛിക്കുകയോ ചെയ്താൽ നാളെ ഒരിക്കൽ അവരുടെ ആ അതേ സിറ്റുവേഷൻ എനിക്ക് കാണേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് തവണ അവർ ബുദ്ധിമുട്ടുന്ന
നമുക്ക് എന്തൊക്കെയോ ചെയ്യണം, എന്തൊക്കെയോ പറയണമെന്ന് തോന്നും. പക്ഷേ നമുക്ക് എന്തൊക്കെയോ സാഹചര്യങ്ങളും കൊണ്ട് നമ്മളെ പിന്നിലോട്ട് വലിക്കും. വേണ്ട, ഒന്നും ചെയ്യണ്ട, ഒന്നും മിണ്ടാതെ നിന്ന് കേൾക്കുക, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെച്ച് പോവുക. ഈ ഒരു 2 സാഹചര്യത്തിലേക്ക് നമ്മളെത്തും. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നി ഇപ്പോൾ ഒരു 2 വർഷമായിട്ടൊന്നും ഞാൻ ഈ 2-3 വർഷമായിട്ട് ഞാൻ അതേപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനൊരു വ്യക്തി, അങ്ങനൊരു സ്ഥലം, അങ്ങനൊരു കാര്യം ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അത് ആ സമയത്തെ ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, ഞാനത് വിട്ടു. ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു ഓർമ്മ വന്നെങ്കിൽ പോലും ഞാൻ അങ്ങനെ ഒരു തോട്ടിൽ അവരിനി ഒരിക്കൽ എന്നോട് മിണ്ടുമെന്നോ വിളിക്കുമെന്നോ അവരേത് അവസ്ഥയിലാണോ ഒരു ചിന്ത എനിക്കില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് അതിങ്ങനെ വന്നപ്പോൾ എനിക്ക് അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. മറ്റൊന്നുമല്ല, നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ജെനുവിനായിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ, ഇന്ന് വിഷമിച്ചാലും കുറേ നാൾ വിഷമിച്ചാലും കുറേ നാൾ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അതിൻ്റെ സത്യാവസ്ഥ അല്ല അതിൻ്റെ ഒരു ശരി അവസ്ഥ പുറത്തു വരും. കുറേ നാൾ ചിലപ്പോൾ നിങ്ങൾ മോശപ്പെട്ടവരായിരിക്കും. ഈ പന്നക്കിളി അലച്ചാൽ വഴക്കുണ്ടാകുന്നില്ലേ? കുറേ നാൾ നമ്മൾ മോശപ്പെട്ടവരായിരിക്കാം. മറ്റുള്ളവരുടെ മുന്നിലൊക്കെ നമുക്ക് നമ്മുടെ ഭാഗം പറഞ്ഞ് ജയിക്കാനോ നമുക്ക് നമ്മുടെ ഭാഗം ശരിയാണെന്നോ പ്രൂവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ആരോടൊക്കെ പറയണം, ആരോടൊക്കെ തെളിയിക്കണം നമ്മളാണ് ശരിയെന്ന് നമുക്കറിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കാം. പക്ഷേ കുറേ നാൾ നമ്മളത് ഓർത്തോർത്ത് ബുദ്ധിമുട്ടും. നമ്മളോർക്കും നമുക്ക് മാത്രം എന്താ ഇങ്ങനെ, നമ്മൾ ചിന്തിച്ച് പോകും. പക്ഷേ ഒരു പോയിന്റിൽ ആരാണോ നമ്മളെ വിഷമിപ്പിച്ചത്, അല്ലെ ആരാണോ നമ്മളെ തെറ്റിദ്ധരിച്ചത്, അവർക്ക് ആ ഒരു റിയാലിറ്റി ഉണ്ടാവും. ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കുമല്ലോ എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇപ്പം എന്താണെന്ന് വെച്ചാൽ, എന്നെ എന്തെല്ലാം ആ സമയത്ത് ഞാൻ ഫോണിൽ കൂടെ കേൾക്കേണ്ടതായിട്ട് വന്നു. അതേ നാക്കുകൊണ്ട് അവരന്ന് ചെയ്തത് തെറ്റാണെന്നും ചിലതൊക്കെ അവർ മനഃപൂർവ്വം പറയേണ്ടതായിട്ട് വന്നതാണെന്നും ഇനി അങ്ങനെ ചെയ്തതിൽ കുറ്റബോധം ഉണ്ടെന്നും പറഞ്ഞ് വലിയ വായിൽ കരയുന്നതിൻ്റെ വോയിസ് റെക്കോർഡ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതെന്തിനാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അതെന്തോ എൻ്റെ ഫോണിൽ കോൾ റെക്കോർഡ് ഓണാണ്. മിക്ക സമയങ്ങളിൽ ഞാൻ ഓണാക്കിയിടും. വെറുതെ എനിക്ക് തോന്നും, ചില സമയത്ത് ഞാൻ ഓണാക്കിയിടും. കുറേ മെമ്മറിയൊക്കെ ഫുള്ളാവും, ഞാൻ പിന്നെ അത് കുറച്ച് ദിവസം ഓഫാക്കിയിടും. പക്ഷേ ഞാനിത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഫോണിൽ വരുന്ന കോളുകളൊക്കെ ഞാൻ റെക്കോർഡിങ്ങിലിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്തു വച്ചിട്ടുണ്ട്. എന്തോ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇവർക്കിങ്ങനൊരു ഇവരുടെ വായിൽ നിന്ന് തന്നെ ഞാനത് തിരിച്ച് കേൾക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സഹായിക്കുന്നതും നമ്മളെ ആട്ടി പുറത്താക്കുന്നതും നമ്മൾ നാണക്കെടുന്നതും ചീത്തപ്പേര് കേൾക്കുന്നതും അതൊക്കെ നമുക്ക് സ്വാഭാവികം. നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഫുഡ് കഴിക്കുന്ന പോലത്തെ ഒരു കാര്യമാണ് നല്ല പേര് കേൾക്കുക, ചീത്തപ്പേര് കേൾക്കുക എന്നുള്ളത്. അതൊക്കെ ശീലമായി. പിന്നെ പറഞ്ഞു വരുന്നത്, അപ്പം മറ്റന്നാളാണ് നമ്മൾ സീതത്തോട് എല്ലാവരും കാണാനുള്ള ഒരു പ്ലാൻ വന്നേക്കുന്നത്. അത് നേരത്തെ തന്നെ പറയട്ടെ, നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്ത് കൺഫേം ചെയ്ത ആൾക്കാരുമായിട്ട് മാത്രമേ നമുക്കന്ന് സംസാരിക്കാനും സഹകരിക്കാനുമുള്ള ഒരു സാഹചര്യമുള്ളൂ. പിന്നീട് 23-ാം തീയതി കാണാൻ പറ്റുമെന്ന് ഞാൻ ആരുടെടുത്തും പറഞ്ഞിട്ടില്ല. വിളിച്ച് ബുക്ക് ചെയ്തവരെ മാത്രമേ. കാരണം ഞങ്ങൾ സീതത്തോട് പഞ്ചായത്തിൽ എവിടെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെ പ്ലാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. അതുകൊണ്ട് വിളിച്ച് ബുക്ക് ചെയ്യാണ്ടല്ലേ കുറേ നേരം നമ്മുടെ കൂടെ നിന്നിട്ട് പോവാം എന്നുള്ളതിലൊന്നും. കാരണം നമുക്കറിയാമല്ലോ, ഇതൊരു താമസമുണ്ട്, ഭക്ഷണമുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്കൊരു കണക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഒരാളെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അന്നത്തെ ദിവസം എനിക്ക് ഫോൺ എടുക്കാൻ പറ്റുമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമാണത്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് കരുതുന്നു. പിന്നെന്താണെന്ന് വെച്ചാൽ കൊപ്ര വെയിലത്തിട്ടിട്ടുണ്ട്, പോയി പെറുക്കട്ടെ. നല്ല വെയിൽ കിട്ടിയെന്ന്. അപ്പോൾ ടാറ്റ.